My dear students, Dr. James Taylor രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 176ാമത്തെ എപ്പിസോഡിൽ ലാക്കസിസ് എന്ന അധ്യായത്തിൻ്റെ 5ാം ഭാഗമാണ് പരിഗണിക്കുന്നത്. ഈ എപ്പിസോഡിൽ ലാക്കസിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാനസിക ലക്ഷണവും കൂടാതെ തലയുമായും ഹൃദയവുമായും ശരീരമൊക്കെയായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങൾ, ഒരു പർട്ടിക്കുലർ സിംറ്റം എന്ന് തോന്നിയേക്കാവുന്ന ഒരു ലക്ഷണം, അത് എന്തുകൊണ്ട് ജനറലാകുന്നു എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണം, ഇതൊക്കെ ലാക്കസിനെ കുറിച്ച് മാത്രമല്ല പൊതുവെ ലക്ഷണങ്ങളെ വിലയിരുത്തുന്നതിലും നിങ്ങളെ സഹായിക്കുന്ന നിരീക്ഷണങ്ങളാണ്. നമുക്ക് അവയിലേക്ക് വിശദമായിട്ട് പ്രവേശിക്കാം. ഇൻ മെനി കേസസ് എ ക്ലോസ് കണക്ഷൻ ബിറ്റ്വീൻ ദ മെന്റൽ സിംറ്റംസ് and the heart symptoms will be noticed, especially in young women and girls who have met with disappointments. നിരാശ ബാധിച്ച യുവതികളിലും പെൺകുട്ടികളിലും കൗമാരക്കാരികളിലും ഉണ്ടാകാവുന്ന ഒരു അവസ്ഥ മാനസിക ലക്ഷണങ്ങളും ഹൃദയ ലക്ഷണങ്ങളുമായിട്ടുള്ള ബന്ധം. who have been lying awake nights because of disturbance of the affections. അവരുടെ അഫക്ഷൻസ്, അവരുടെ വികാരങ്ങളിൽ ഉണ്ടാകുന്ന വിക്ഷോഭങ്ങൾ, വൈകാരിക വിക്ഷോഭങ്ങൾ നിമിത്തം രാത്രികൾ തോറും ഉറങ്ങാനാവാതെ കിടക്കുന്നു. ഓർ ഫ്രം ഡിസപ്പോയിൻമെൻറ്റ്, നിരാശ കൊണ്ട്. ഓർ ഫ്രം ഷാറ്റേഡ് ഹോപ്സ്, പ്രതീക്ഷകൾ തകർന്നതുകൊണ്ട്. ഓർ ഫ്രം ഗ്രീഫ്, ദുഃഖം കൊണ്ട്. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് മനസ്സ് വിഷമിച്ചവർക്ക് അവരുടെ വൈകാരിക വിക്ഷുബ്ധത നേരിട്ടത് കൊണ്ട് ഉറക്കമില്ലാതെ കിടക്കുന്ന കൗമാരക്കാരികളിൽ യുവതികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. പ്രൊലോങ്ഡ് മെലങ്കളി, മെൻ്റൽ ഡിപ്രഷൻ, ഹിസ്റ്റീരിക്കൽ സിംറ്റംസ്, വീപ്പിംഗ്, മെൻ്റൽ പ്രൊസ്ട്രേഷൻ ആൻഡ് ഡിസ്പെയർ വിത്ത് പെയിൻ ഇൻ ദ ഹാർട്ട്. ഹൃദയത്തിലെ വേദനയോടുകൂടി ചേർന്നുകൊണ്ട് നീണ്ടു നിൽക്കുന്ന ദുഃഖം, മനസ്സിൻ്റെ ഡിപ്രഷൻ, ഹിസ്റ്റീരിക്കൽ സിംറ്റംസ്, വീപ്പിങ്, മെൻ്റൽ പ്രൊസ്ട്രേഷൻ, മനസ്സാകെ തളർന്നു പോകുന്നു, ഡെസ്പെയർ, നിരാശ, എല്ലാത്തരം മാനസിക പ്രശ്നങ്ങളുണ്ട്. ഇത് ഹൃദയത്തിൻ്റെ വേദനയോട് ചേർന്ന് വരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഹൃദയവും മാനസിക വ്യാപാരങ്ങളും വിശേഷിച്ചും സ്നേഹവും തമ്മിലുള്ള ബന്ധം. ഇത് ഹോമിയോപ്പതിയിലൂടെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. കെൻറ്റിൻ്റെ ലെസർ റൈറ്റിങ്സിൽ ഒരു അധ്യായം തന്നെ അദ്ദേഹം ഇതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഈ അവയവങ്ങളും ശാരീരിക അവയവങ്ങളും മനസ്സുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്. അവിടെ ഈ ഹൃദയവും മനസ്സുമൊക്കെയുള്ള ബന്ധം, കരളുമായിട്ടുള്ള ബന്ധം, ശ്വാസകോശത്തിൻ്റെ ലക്ഷണങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ കെൻ്റെ അവിടെ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ സൗകര്യം കിട്ടുമ്പോൾ അത് വായിച്ചു നോക്കണം, ഓൺലൈനിൽ കിട്ടുന്നത്. വിത്ത് എ ഗോൺ സെൻസേഷൻ ഓർ സെൻസേഷൻ ഓഫ് വീക്ക്നെസ് ഇൻ ദ ഹാർട്ട്. ഇതിനോടൊപ്പം ഹൃദയത്തിനിങ്ങനെ ശൂന്യമായ, ആകെ എല്ലാം പോയൊരവസ്ഥ, ക്ഷീണിതാവസ്ഥ, വിത്ത് ഡിഫിക്കൽട്ട് ബ്രീത്തിങ്, ശ്വസിക്കാൻ പ്രയാസം, ഇങ്ങനെ എല്ലാ ബുദ്ധിമുട്ടുകളും, ഹൃദയമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊപ്പം മാനസിക പ്രശ്നങ്ങൾ. ഷീ മെഡിറ്റേറ്റ്സ് അപ്പോൺ സൂയിസൈഡ്. അതിൻ്റെ ഫലമായിട്ട് വിശേഷിച്ചും ഈ ഡിപ്രഷനും വല്ലാത്ത ഈ വേദന, മെലങ്കളി, ഈ പ്രശ്നങ്ങളെല്ലാം വരുമ്പോൾ, മെൻ്റൽ പ്രൊസ്ട്രേഷൻ എല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും മിക്കവരും ആത്മഹത്യയിലേക്ക് നീങ്ങും, ആത്മഹത്യയെക്കുറിച്ച് നീങ്ങും. കാരണം ജീവിതത്തിന് അർത്ഥമില്ലാതാകുന്നു, ജീവിതത്തിൽ സന്തോഷാനുഭവങ്ങൾ ഇല്ലാതാകുന്നു. അപ്പോൾ ആത്മഹത്യയിലേക്ക് ഒരു സ്വാഭാവികമായിട്ട് നീങ്ങും. ആൻഡ് ഫൈനലി സെറ്റിൽസ് ബാക്സ് ഇൻ ടു ആൻ അപ്പാത്തറ്റിക് സ്റ്റേജ്. പക്ഷെ ഒരു ആത്മഹത്യ ചെയ്യുന്നില്ല, അതിലും തിരിച്ചു വന്നിട്ട് ഒരു നിർവികാരാവസ്ഥയിൽ പോയി അവർ ഒരു സ്ഥിരത പ്രാപിക്കും, ഒരു നിർവികാരാവസ്ഥ. അപ്പോൾ ദുഃഖങ്ങളെയും ഖേദങ്ങളെയും പ്രയാസങ്ങളെയും എല്ലാം നിർവികാരമായി നേടുന്നൊരു ഒരു മരിച്ചൊരു കല്ലിച്ച അവസ്ഥ. in which there is an aversion to everything, to work and even to thinking. ആ ഒരു അപ്പാത്തറ്റിക് കണ്ടീഷനിൽ, ഒരു നിർവികാരാവസ്ഥയിൽ എല്ലാത്തിനോടും ഒരു വിരക്തി, എല്ലാത്തിനോടും ഒരു ഇഷ്ടക്കേട്, ജോലിയോട്, ചിന്തിക്കുന്നതിനോട് പോലും ഒരു ഇഷ്ടക്കേട്, ഒന്നും ചിന്തിക്കുന്ന പോലുമില്ല. ഐ മൈറ്റ് ഇംപ്രസ് അപ്പോൺ യുവർ മൈൻഡ് ദ ഹെഡ് സിംറ്റംസ് ഇഫ് ഐ റിലേറ്റഡ് ദ കേസ് ഓഫ് എ പേഷ്യൻറ്റ് who described her symptoms probably more typically than you can find in the books. അപ്പോൾ ഈ തലയുമായിട്ട് ബന്ധപ്പെട്ട സിംറ്റംസിനെ കുറിച്ച് പറയുമ്പോൾ കെൻറ്റ് പറയുന്നത്,
ഈ ന്യൂറ്റീരിയ മെഡിക്കയിലൂടെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതിനേക്കാൾ എളുപ്പത്തിൽ നിങ്ങളെ മനസ്സിൽ പതിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു പേഷ്യൻറ്റിൻ്റെ അനുഭവങ്ങൾ, ഒരു സ്ത്രീയുടെ ഒരു അനുഭവങ്ങൾ താൻ വിശദീകരിക്കാമെന്നാണ് എൻ്റെ ഇവിടെ പറയുന്നത്, തൻ്റെ സ്റ്റുഡൻസിനോട് പറയുന്നത്. ഷി വാസ് സിറ്റിംഗ് അപ്പ് ഇൻ ദ ബെഡ് അണേബിൾ ടു ലൈ ഡൗൺ. കെൻഡ് ചെല്ലുമ്പോൾ ആ പേഷ്യൻ്റ്, ആ സ്ത്രീ കിടക്കയിൽ ഇരിക്കുകയാണ്, കിടക്കാൻ പറ്റുന്നില്ല, അവർക്ക് കിടക്കാൻ പറ്റുന്നില്ല. ഷി വാസ് വേഴ്സ് ഫ്രം ലൈങ് ഡൗൺ. കിടക്കുമ്പോൾ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയാണ്. ഹെർ ഫേസ് വാസ് പേർപ്പിൾ, ഹെർ ഐസ് വർ എൻഗോർജ്ഡ്, ദ ഫേസ് പഫ്ഡ് ആൻഡ് ടിമിഡ് ആൻഡ് ദ ഐലിഡ്സ് ബ്ലോട്ടഡ്. അപ്പോൾ ആ സ്ത്രീയുടെ അവസ്ഥ എങ്ങനെയാണ്? മുഖമാകെ വിവരണമായി ചുവന്നിരിക്കുന്നു, കണ്ണ് വല്ലാതെ താഴ്ന്നുപോയി വലുതായിരിക്കുന്നു, കണ്ണിൽ കണ്ണീര് നിറഞ്ഞിരിക്കുന്നു, മുഖം വീർത്ത് ഇരിക്കുന്നു, കൺപീലികളും വീർത്ത് കെട്ടിയിരിക്കുന്നു. ഷീ സാറ്റ് ദർ പെർഫെക്റ്റ്ലി ക്വയറ്റ് ഇൻ ബെഡ് ആൻഡ് ഡിസ്ക്രൈബ് ദ പെയിൻ ആസ് എ സർജിങ് സെൻസേഷൻ. അപ്പോൾ കിടക്കയിൽ വേറെ അനങ്ങാതിരുന്നിട്ട് തൻ്റെ വേദന വിവരിക്കുകയാണ്. ദ സർജിങ് സെൻസേഷൻ, അങ്ങോട്ട് തള്ളിക്കയറി വരുന്ന ഒരു അനുഭവം. വിച്ച് കെയിം അപ്പ് ദ ബാക്ക് ഓഫ് ദ നെക്ക് ആൻഡ് ഹെഡ് ആൻഡ് ദെൻ ഓവർ ദ ഹെഡ്. തലയുടെ പിൻഭാഗത്ത് നിന്ന്, കഴുത്തിൻ്റെ പിൻഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് തലയിലേക്ക് വ്യാപിക്കുന്ന തരത്തിലുള്ളൊരു വേദനയാണ്. ദാറ്റ് ഇസ് എ ടിപ്പിക്കൽ ഫീച്ചർ ഓഫ് ലാക്കിസ്. ലാക്കിസിൻ്റെ ഒരു ടിപ്പിക്കൽ ഫീച്ചറാണെന്ന് കെൻഡ് അതിനെ വിശേഷിപ്പിക്കുകയാണ്. കഴുത്തിൻ്റെയും തലയുടെയും പിൻഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് തലയുടെ മുഴുവൻ ഭാഗത്തേക്കും വ്യാപിക്കുന്ന ഒരവസ്ഥ. എ സർജിങ് ഇൻ വേവ്സ്, അലകൾ പോലെ, തരംഗങ്ങൾ പോലെ വരുന്നൊരു സർജിങ്, ഇങ്ങനെ ഒന്നായിട്ട് വരുന്ന ഒരു വിങ്ങലുകൾ. വേവ്സ് ഓഫ് പെയിൻ, വേദനയുടെ അലകൾ, വേദനയുടെ തരംഗങ്ങൾ. ദാറ്റ് ആർ നോട്ട് ഓൾവേസ് സിൻക്രണസ് വിത്ത് ദ പൾസ്. അപ്പോൾ നമ്മൾ ധരിക്കും ഈ വേദന വരുന്നത് പൾസ് വരുമ്പോൾ, രക്തം ഇങ്ങോട്ട് ഇരച്ചു കയറുമ്പോൾ തന്നെ വേദന. പക്ഷെ അങ്ങനെയല്ല, പൾസുമായിട്ട് സിൻക്രണൈസ് ചെയ്ത് വരുന്നതല്ല. പൾസ് ഒരു വഴിക്ക് പോകുന്നു, വേദനയുടെ അലകൾ വേറൊരു വഴിക്ക് പോകുന്നു. രണ്ടു തരത്തിൽ അനുഭവപ്പെടാം. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തലവേദന ഈ പൾസുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും ഓർക്കുന്നുണ്ട്. നെഞ്ചിടിക്കുമ്പോൾ തല വീങ്ങും, സിൻക്രണൈസ്ഡ് ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഈ വേദനയുടെ അലകളും പൾസും സിൻക്രണൈസ്ഡ് അല്ല, എൻ്റെ ഫേസ് തെറ്റിക്കിടക്കുകയാണ്. അങ്ങനെയും വരാം. ദ മെ നോട്ട് റിലേറ്റ് ടു ദ ഫ്ലോ ഓഫ് ബ്ലഡ് അറ്റ് ഓൾ. അപ്പോൾ ഈ വേദനകൾ രക്തത്തിൻ്റെ പ്രവാഹമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആകണമെന്നില്ല. രക്തപ്രവാഹം വരുമ്പോൾ ഉണ്ടാകുന്ന വേദന ആകണമെന്നില്ല, അതുമായിട്ട് റിലേറ്റഡ് അല്ല. ദ സർജിങ് ഈസ് അഗ്രിവേറ്റ് ബൈ മോഷൻ. പക്ഷേ ഈ സർജിങ് വർദ്ധിക്കുന്നത് ചലനം കൊണ്ടാണ്, പൾസേഷൻ കൊണ്ടല്ല, ചലനം കൊണ്ട് അഗ്രിവേറ്റ് ചെയ്യുന്നു. നോട്ട് സോ മച്ച് ഇൻ ദ ആക്ട് ഓഫ് മോഷൻ. അപ്പോൾ ഒരു ചലിക്കുക എന്നുള്ള പ്രവൃത്തിയിലല്ല, ബട്ട് ആഫ്റ്റർ മൂവിങ്, ചലിച്ചതിന് ശേഷം, ആ ചലിക്കുക എന്നുള്ളൊരു സ്ഥിതിയിൽ, ആ ഒരു പ്രവൃത്തിയിലല്ല, ചലിച്ചതിന് ശേഷം, ചലനം നിലച്ചതിന് ശേഷമാണ് ഈ വേദന വരുന്നത്. ദിസ് സംടൈംസ് ഫെൽറ്റ് ആഫ്റ്റർ വാക്കിംഗ് ഓർ ചേഞ്ചിങ് ടു അനദർ പ്ലേസ്. നടന്നതിന് ശേഷം മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരുന്ന ശേഷം, ആൻഡ് സിറ്റിംഗ് ഡൗൺ അഗെയിൻ, ഒരു മാറി ഇരുന്നതിന് ശേഷം. ദാറ്റ് ഈസ് എ ഫ്യൂ സെക്കൻഡ്സ് ആഫ്റ്റർ ദ മോഷൻ ഈസ് കംപ്ലീറ്റഡ് ദ പെയിൻ ബിഗിൻസ്. ചലനം അവസാനിച്ച് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം വേദന തുടങ്ങുന്നു. ലാക്കിസിൻ്റെ ഒരു പെക്യുലാരിറ്റി. ആൻഡ് ഇറ്റ് കംസ് ടു ഇറ്റ്സ് ഹൈറ്റ് instantly and then gradually subsides into a very steady surging or a more steady ache. അപ്പോൾ ഈ വേദന വരുന്നത് പെട്ടെന്ന് അതിൻ്റെ ഉന്നതിയിൽ, അതിൻ്റെ പരമകാഷ്ഠയിൽ പെട്ടെന്ന് വരുന്നു, എന്നിട്ട് സാവകാശം കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്നിട്ട് അതൊരു സ്റ്റഡി ഏക്കായിട്ട്, പിന്നെ സുസ്ഥിരമായൊരു വേദനയായിട്ട് ആദ്യം പെട്ടെന്ന് കൂടി വരുന്നു, പിന്നെ കുറഞ്ഞ് വന്നിട്ട് ഒരു സ്റ്റഡി ലെവലാണ് നടന്നു പോകുന്നു. ഇൻ ദ ഹെഡ് ദർ ഇസ് എ കണ്ടിന്യൂസ് സ്റ്റഡി ഏക്ക്. തലയിൽ ഇതേപോലെ ഒരു സ്റ്റഡിയായിട്ട് നിൽക്കുന്ന ഹെഡ് ഏക്ക് തുടർന്നു പോകുന്നുണ്ട്. വിച്ച് മേ ബി അഗ്രിവേറ്റ് ഓർ അറോസ്ഡ് ഇൻ ടു എ സർജിങ് വിച്ച് ഈസ് സോ വയലന്റ് ദാറ്റ് ഇറ്റ് സീംസ് ആസ് ഇഫ് ഇറ്റ് വുഡ് ടേക്ക് ദ ലൈഫ് ഓഫ് ദ പേഷ്യൻറ്റ്. അപ്പോൾ ഇത് ഇങ്ങനെ സ്റ്റഡിയായിട്ട് നിൽക്കുന്നത് പെട്ടെന്നൊരു സർജിങ്ങിലേക്ക്, ഒരു കുതിച്ചുകയറ്റത്തിലേക്ക് വരാം. അങ്ങനെ കുതിച്ചുകയറ്റത്തിലേക്ക് വരുന്നത് വല്ലാതെ ശക്തമായിട്ടാണ്. രോഗി മരിച്ചു പോയേക്കുമോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന രീതിയിൽ ശക്തമായിട്ടാണ് ഈ വേദന. ആദ്യം ശക്തമായിട്ട് വന്നു, പിന്നീട് ക്രമേണ കുറഞ്ഞു, സ്റ്റഡിയായിട്ട് നിൽക്കുന്നു. ഈ സ്റ്റഡിയായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ പെട്ടെന്ന് വീണ്ടും ഒരു സർജ് വരുന്നു,
ആ സർജ് മാരകമാണെന്ന് പോലും തോന്നിപ്പോകും. ദ ഹെഡേക്സ് ബിഗിൻസ് ഇൻ ദ മോർണിംഗ് ഓൺ വേക്കിംഗ്. പ്രഭാതത്തിൽ ഉണരുമ്പോൾ ഈ തലവേദന ആരംഭിക്കാം. ദ മൈൽഡർ ലാക്സിസ് ഹെഡേക്സ് ബിഗിൻ ദ മോർണിംഗ് ഓൺ അവേക്കിംഗ് ആൻഡ് വിയർ ഓഫ് ആഫ്റ്റർ മൂവിങ് അബൌട്ട് എ വൈൽ. അപ്പോൾ ലാക്സിസിൻ്റെ ശക്തി കുറഞ്ഞ തലവേദനകൾ രാവിലെ ഉണരുമ്പോൾ എഴുന്നേറ്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ നടന്നു കഴിയുമ്പോൾ അത് അങ്ങോട്ട് പോകുന്നു. With the headaches and complaints in general, there is a momentary vanishing of thoughts, all sorts of vertigo. അപ്പോൾ ലാക്സിന് തലവേദനകളുമായിട്ടും പൊതുവെ മറ്റ് കംപ്ലയിൻസുമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പൊതു അവസ്ഥയുണ്ട്. എങ്ങനെയാണ്? പെട്ടെന്ന് ചിന്തകൾ, ഒരു നിമിഷത്തേക്ക് ചിന്തകൾ അങ്ങോട്ട് നിലച്ചു പോകുന്നു, ഒരു മനസ്സ് ശൂന്യമായി പോകുന്നു, ചിന്തകളുടെ ഒരു ശൂന്യവൽക്കരണം, അതിനോടൊപ്പം എല്ലാത്തരം തലകറക്കങ്ങളുമുണ്ട്. വോട്ടിഗോ വിത്ത് നോസി ആൻഡ് വോമിറ്റിംഗ്. തലകറക്കത്തിനോടൊപ്പം ഓക്കാനം വരലും ഛർദിയും വരും. ദ വോട്ടിഗോ ഇൻക്ലൈൻസ് ദ പേഷ്യൻറ്റ് ടു ടേൺ ടു ദ ലെഫ്റ്റ്. അപ്പോൾ ഈ തലകറക്കം വരുമ്പോൾ അതിന് ശമനം കിട്ടുന്നത് ഇടതുവശത്തേക്ക് തിരിയുമ്പോഴാണ്. ഇടതുവശത്തേക്ക് തിരിയണമെന്ന് തോന്നലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ശമനം ഉണ്ടാകുന്നതുകൊണ്ടാണല്ലോ. ലാക്സിസ് ഹാസ് ബേസ്റ്റിംഗ് പെയിൻസ് ഇൻ ദ ഹെഡ്. തലയിലിങ്ങനെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലുള്ള വേദനകൾ. കൺജസ്റ്റീവ് പെയിൻസ് വിത്ത് ഫീലിംഗ് ആസ് ഇഫ് ഓൾ ദ ബ്ലഡ് ഇൻ ദ ബോഡി മസ്റ്റ് ബി ഇൻ ദ ഹെഡ്. അപ്പോൾ തലയിൽ വിങ്ങുന്ന വേദനയെ ശരീരത്തിലെ രക്തം മുഴുവൻ തലയിലേക്ക് ഇരച്ചു കയറിയെന്ന് തോന്നുന്ന പോലുള്ള, അപ്പോഴാണ് ഈ ഒരു ബേർസ്റ്റിംഗ് സെൻസേഷൻ വരുന്നത്, തല ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലെ. ബിക്കോസ് ദ എക്സ്ട്രീമിറ്റീസ് ആർ സോ കോൾഡ് ആൻഡ് ദ ഹെഡ് പൾസേറ്റ്സ് ആൻഡ് ഹാമേഴ്സ്. അപ്പോൾ ഇങ്ങനെ രക്തമെല്ലാം തലച്ചോറിലേക്ക് ഇരച്ചു കയറുമ്പോൾ എക്സ്ട്രീമിറ്റീസ് എല്ലാം തണുത്തു പോകുന്നു, രക്തമില്ല, തണുത്ത് പ്രവഹിച്ചു പോകുന്നു, തലയിൽ ഇങ്ങനെ ചുറ്റിക കൊണ്ട് അടിക്കുന്ന പോലത്തെ ഒരു ഫീല്. ദിസ് പൾസേറ്റിംഗ് ഹെഡേക്ക് ഈസ് പാർട്ട് ഓഫ് എ ജനറൽ പൾസേഷൻ ഫ്രം ഹെഡ് ടു ദ ഫുട്ട്. ഇത് തല മുതൽ കാല് വരെ അടിമുടിയുള്ള ഒരു പൾസേഷൻ്റെ, ഒരു വിങ്ങലിൻ്റെ ഭാഗമായിട്ടാണ് തലയിലേക്കുള്ള ഒരു പൾസേഷനും സർജിങ് ഓഫ് ബ്ലഡും ഒക്കെ വരുന്നത്. ഇൻ ഓൾ ആർട്ടറീസ് ആൻഡ് ഇൻഫ്ലെയിംഡ് പാർട്സ് ദർ ഇസ് പൾസേഷൻ. എല്ലാവിധ ആർട്ടറികളിലും നിർവീക്കം വരുന്ന സ്ഥലങ്ങളിലും എല്ലാം ഈ ഒരു പൾസേഷൻ ഉണ്ട്. ദ ഇൻഫ്ലെയിംഡ് ഓവറി പൾസേറ്റ്സ്. വീക്കമെന്ന അണ്ടാശയം അവിടെ പൾസേഷൻ ഉണ്ട്, വിങ്ങലുണ്ട്. ആൻഡ് ഇറ്റ് ഫീൽസ് അറ്റ് ടൈംസ് ആസ് ഇഫ് എ ലിറ്റിൽ ഹാമർ വെർ ഹാമറിങ് അപ്പോൺ ദ ഇൻഫ്ലെയിംഡ് പാർട്ട്. ഇതൊരു ലാക്സിന് മറ്റൊരു ടിപ്പിക്കൽ ഫീലിംഗ് ആണ്. ഈ ഒരു ഇൻഫ്ലെയിംഡ് പാർട്സിൽ ഈ ഹാമറിങ് വരുമ്പോൾ ഒരു ചെറിയൊരു ചുറ്റിക കൊണ്ട് തട്ടുന്ന പോലെ, ചുറ്റിയെ കടിക്കുന്ന പോലത്തെ ഒരു ഹാമറിങ് പെയിൻ. ലാക്സിസ് ഹാസ് എ നമ്പർ ഓഫ് ടൈംസ് ക്യൂർഡ് ഫിസ്റ്റുല ഇൻ ആനോ വെൻ അസോസിയേറ്റഡ് വിത്ത് ദ ഫീലിംഗ് ആസ് ഇഫ് എ ഹാമർ കണ്ടിന്യൂലി ഹാമേർഡ് ദ ലിറ്റിൽ ഫിസ്റ്റുലസ് പൈപ്പ്. അപ്പോൾ ഫിസ്റ്റുലയിൽ ഒരു ചെറിയ ചുറ്റിക കൊണ്ട് അടിക്കുന്ന പോലെ തുടർച്ചയായിട്ട് വേദന വരുന്ന കേസുകളിൽ ഈ ലാക്സിസ് ആ ഫിസ്റ്റുല കേസിനെ പലപ്പോഴും ഹീൽ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഹസ് ക്യൂർഡ് ഫിഷർ ഓഫ് ലോങ് സ്റ്റാൻഡിങ് വെൻ ഇറ്റ് ഫെൽറ്റ് ആസ് ഇഫ് ദ ഇൻഫ്ലെയിംഡ് പാർട്സ് വർ ബീയിങ് ഹാമേഡ്. ഇനി ഫിഷേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ചെറിയ ചുറ്റിക കൊണ്ട് ആ ഒരു ഭാഗത്ത് അടിച്ചാലെന്നതുപോലുള്ള വേദന വരുമ്പോൾ, അതും ഫിസ്റ്റുലയായാലും ഫിഷറായാലും ഈ ചെറിയ ചുറ്റി കൊണ്ട് അടിക്കുന്ന പോലത്തെ ഒരു വേദന ഫീലുള്ള കണ്ടീഷനിൽ ലാക്സിസ് പലപ്പോഴും ഹീൽ ചെയ്തിട്ടുണ്ട്. So that we see this pulsation in the head is not a special symptom, but it is a general symptom brought out in relation to the head. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിലൊരു പൊതു അവസ്ഥ നോക്കുമ്പോൾ തലയിലെ പൾസേഷൻ എന്ന് പറയുന്നത് തലയുടെ ഒരു സ്പെഷ്യൽ സിംറ്റം, ഒരു സവിശേഷ ലക്ഷണമോ അതിൻ്റെ ഒരു പർട്ടിക്കുലറോ അല്ല. ഇതൊരു ജനറൽ കണ്ടീഷനാണ്. തലയുമായിട്ട് ബന്ധപ്പെട്ട് ശരീരത്തിന് മൊത്തം വരുന്ന ഒരു പർട്ടിക്കുലർ കണ്ടീഷനാണിത്. Some symptoms are valuable because of the frequency of their association. ചില ലക്ഷണങ്ങളുടെ മൂല്യം വരുന്നത് അത് പ്രകടിപ്പിക്കപ്പെടുന്നതിൻ്റെ ഫ്രീക്വൻസി. വല്ലപ്പോഴും വന്നു പോകുന്നതിന് പ്രാധാന്യമില്ല, പക്ഷേ ഇടക്കിടക്ക് വരുന്നത് അതിന് വാല്യൂ കൂടും, അത്തരം സിംറ്റംസിന് വാല്യൂ കൂടും. ഇത് കേസ് ടേക്കിങ്ങിൽ ഒരു പൊതുവായൊരു അറിവായിട്ട് കെൻഡ് പറയുന്നതാണ്. ആൻഡ് വെൻ സച്ച് ഈസ് ദ കേസ് ദർ കൺകമിറ്റന്റ് റിലേഷൻ ബിക്കംസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത്തരം ഒരു അവസ്ഥയിൽ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ പ്രധാനമായിട്ട് വരുന്നു, കൺകോമിറ്റൻസ് ഉള്ള സിംറ്റംസിൽ വരുന്നതാണ്.
ഒരു ലക്ഷണത്തിൻ്റെ കൺകോമിറ്റൻ്റ്, അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ബന്ധം അതിന് പ്രാധാന്യം വരും. ദ കാർഡിയക് സിംറ്റംസ് ആർ ഫ്രീക്വൻ്റ്ലി കണക്റ്റഡ് വിത്ത് ദ ഹെഡ് ഏക്ക് സിംറ്റംസ് ഇൻ ലാക്സിസ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കാര്യത്തിന് ഒരു ഹോമിയോപ്പതി ഫിലോസഫിയുടെ ബേസിൽ വിശദീകരിക്കുകയാണ്. നമ്മൾ ഹൃദയത്തിൻ്റെ ലക്ഷണങ്ങൾ തലവേദനയുമായിട്ട് ലാക്സിസിൽ ബന്ധപ്പെട്ട് വരുന്നു എന്ന് നമ്മൾ നേരത്തെ കണ്ടു. അത് സിങ്ക്രണൈസ്ഡ് ആയിരിക്കണമെന്നില്ല, എന്നാൽ പോലും ബന്ധമുണ്ട്. അപ്പോൾ അതൊരു കൺകോമിറ്റൻ്റ് ആണ്, കൺകോമിറ്റൻ്റ് റിലേഷനാണത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ അതിന് പ്രാധാന്യം വർദ്ധിക്കും. ഇറ്റ് ഈസ് സെൽഡം ദാറ്റ് യു വിൽ സീ ലാക്സിസ് ഹെഡേക്സ് വിത്തൗട്ട് കാർഡിയാക് ഡിഫിക്കൽറ്റി. അപ്പോൾ ലാക്സിസിൻ്റെ കാര്യത്തിൽ തലവേദന വരുമ്പോൾ അതിന് ഹാർട്ടിൻ്റെ ലക്ഷണമായിട്ട് ബന്ധമില്ലാത്ത കേസുകൾ കുറവായിരിക്കും. നേരെ മറ്റു തരത്തിൽ പറഞ്ഞാൽ ലാക്സിസിൽ തലയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഹൃദയമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും മിക്കവാറും തന്നെ പരസ്പരം യോജിച്ച് ഒരു കൺകോമിറ്റൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പം അതിന് സവിശേഷമായ പ്രാധാന്യമുണ്ട്. എ വീക്ക് പൾസ് ഓർ ദ പൾസേഷൻ ഫെൽറ്റ് ഓൾ ഓവർ ദ ബോഡി ഈസ് മോർ ഓർ ലെസ് അസോസിയേറ്റഡ് വിത്ത് വയലന്റ് ലാക്സിസ് ഹെഡേക്സ്. അപ്പോൾ ശക്തി കുറഞ്ഞ പൾസ് അല്ലെങ്കിൽ ശരീരം മുഴുവൻ അനുഭവപ്പെടുന്ന പൾസ്, ഇത് ലാക്സിസിലെ വളരെ ശക്തമായ തലവേദനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതാണ് കൺകോമിറ്റൻസ്. അതാണ് ഞാൻ പറഞ്ഞത്, ഹോമിയോപ്പതിക് ഫിലോസഫിയിൽ അല്ലെ ഹോമിയോപ്പതി പ്രാക്ടീസിൽ ഒക്കെ ഉപകരിക്കുന്ന ചില കാര്യങ്ങൾ ഉദാഹരണ സഹിതം കെൻ്റെയോട് വിശദീകരിക്കുകയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ പുസ്തകം മെറ്റീരിയ മെഡിക്കയെ കുറിച്ചുള്ള ലെക്ചറാണെങ്കിൽ പോലും ഫിലോസഫിയെക്കുറിച്ചും പ്രാക്ടീസ് ഓഫ് മെഡിസിനെ കുറിച്ചും ഒക്കെ കെൻ്റ് പറയുന്നു. അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു പാഠപുസ്തകമായിട്ട് മാറുകയാണ്. അപ്പോൾ ലാക്സിസിനെ കുറിച്ചുള്ള കൂടുതൽ വിലപ്പെട്ട വിവരങ്ങൾ ഇനിയും ധാരാളമായിട്ട് വരുന്നുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.